എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഭൂരിഭാഗം പേരും ഇന്റർനെറ്റിൽ തെരഞ്ഞൊരു പേരാണ് ഹർഷത് മെഹ്ത. നമ്മൾ 3 വർഷങ്ങൾക്ക് മുമ്പ് ഹർഷത് മെഹ്തയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്കാം 1992 എന്ന് പറയുന്ന ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്തായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഹർഷത് മെഹ്തയുടെ കഥ അറിയായിരിക്കുമല്ലോ. അതായത് വർഷം 1992 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അദ്ദേഹം വലിയൊരു സ്കാം നടത്തുകയാണ്. അത് അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ മറ്റൊരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ ഹീസ് എ ബ്രില്യൻ ഗൈ. അത്രത്തോളം ബുദ്ധിമാനായിട്ടുള്ള ഒരു സാധാരണക്കാരനായിരുന്നു ഹർഷത് മെഹ്ത. അതായത് അന്ന് ബാങ്കുകൾക്ക് പരസ്പരം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നടുക്കൊരു ബ്രോക്കർ വേണമായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രോക്കറായിട്ട് വന്നിട്ടുള്ള വ്യക്തിയായിരുന്നു ഹർഷത് മെഹ്ത. അപ്പോൾ ബാങ്ക് ഹർഷത് മെഹ്തയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഹർഷത് മെഹ്ത വേണം മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോൾ ഹർഷത് മെഹ്ത ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു ബാങ്ക് ഹർഷത് മെഹ്തയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇടുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ഗ്യാപ്പ് കിട്ടും അടുത്ത ബാങ്കിലേക്ക് കൊടുക്കാൻ വേണ്ടി അല്ലേ. ഈ പണം അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. ഒറ്റയടിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കയറ്റുക, അത് വിൽക്കുക, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇങ്ങനെയായിരുന്നു തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം ഫേക്ക് ബോണ്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ബാങ്കുകൾ ബോണ്ടായിട്ടാണല്ലോ കൊടുക്കുന്നത്. അദ്ദേഹം തന്നെ ബാങ്കിന്റെ കൃത്രിമമായിട്ടുള്ള ബോണ്ടുകൾ ഉണ്ടാക്കി മറ്റ് ബാങ്കിന് കൊടുത്ത് പൈസയാക്കി. ആ പൈസയും എടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പമ്പ് ചെയ്തു. അങ്ങനെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സ്കാം ആയിരുന്നു അക്കാലത്ത് ഹർഷത് മെഹ്ത തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മൊത്തത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം 5000 കോടിക്കായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1992 5000 കോടിയാണ്. അത് ഇന്ന് വലിയൊരു എമൗണ്ട് ആകുമല്ലോ. കാരണം എന്താണ്? ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പമാണ്. അത് ഓർത്ത് വെച്ചുകൊള്ളുക. ഹർഷത് മെഹ്തയുടെ കഥ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കുമല്ലേ. അതിന്റെ കാരണം ഒന്നെങ്കിൽ നിങ്ങൾ സ്കാം 1992 ഇറങ്ങിയപ്പോൾ സീരീസ് കണ്ടിട്ടുണ്ടാകാം, സീരീസ് ഇറങ്ങിയപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ലക്കി ഭാസ്കർ ഇറങ്ങിയ ശേഷം ആരാണ് ഹർഷത് മെഹ്ത എന്ന് സെർച്ച് ചെയ്ത് വീഡിയോസോ ആർട്ടിക്കിൾസോ വായിച്ചിട്ടുണ്ടാകാം. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹർഷത് മെഹ്തയുടെ കഥ അറിയാം. മറ്റു പത്രങ്ങളിൽ നിന്നും എവിടെന്നെങ്കിലൊക്കെ വായിച്ചറിയാം. കാരണം അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ് ഹർഷത് മെഹ്തയുടെ അല്ലേ. അത് അന്നത്തെ 5000 കോടിയാണ്. ഇന്ന് നല്ല വാല്യൂഷൻ വരുമെന്ന് ഓർത്തോളുക. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാം. അതായത് ഹർഷത് മെഹ്തയെ പറ്റിയിട്ട് 100 കണക്കിന് വീഡിയോസ് മലയാളത്തിലുണ്ട്. പക്ഷേ ഞാൻ ഈ വിഷയത്തെ പറ്റി നോക്കുമ്പോഴേക്കും വളരെ വിരലെണ്ണുന്ന വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ബാങ്കിങ് സ്കാം അത് നടന്നിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല. ഈ ടെക്നോളജി ഇത്രത്തോളം വികസിപ്പിച്ച കാലത്ത്, അതായത് 2019 20 അവർ പിടിക്കപ്പെടുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരല്ലേ. അവരെത്ര രൂപയാണ് തട്ടിച്ചെടുത്തതെന്നറിയാവോ? 34,000 കോടി രൂപ അവര് സ്കാം ചെയ്ത് തട്ടിച്ചെടുക്കുകയാണ്. 2 പേരായിരുന്നു പ്രധാനികളായിട്ടുണ്ടായിരുന്നത്. അത് ആരുടെ കയ്യിൽ നിന്നാണ് തട്ടിച്ചെടുത്തതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ബാങ്കിങ് സ്കാമുകളിൽ ഒന്നാണല്ലേ. ബാങ്കുകളുടെ കയ്യിൽ നിന്നാണ് തട്ടിച്ചെടുത്തത്. 17 ബാങ്ക്, നമ്മൾ ചുറ്റും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ബാങ്കും ഉണ്ട്. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതുപോലെ യെസ് ബാങ്ക്, അങ്ങനെ ചെയിൻ പോലെ കിടക്കുകയാണ് ബാങ്കുകളുടെ ലിസ്റ്റ്. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെയുള്ള ഒരു സംരംഭവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണല്ലേ. അതുവരെ പ്രയോജനപ്പെടുത്തി ഗവൺമെന്റിനെ അവരെ നോക്കുകുത്തികളും പാവകളുമാക്കിയിട്ട് ഇവര് കോടാനുകോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുത്തു. 2 പേർ ചേർന്ന് ആ സ്കാം നടത്തിയ കമ്പനിയാണ് DHFL അഥവാ ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ ഈ കേസ് DHFL സ്കാം എന്നാണ് അറിയപ്പെടുന്നത്. ഓർക്കുക, DHFL എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ പിരാമൽ ഗ്രൂപ്പിന്റെ കീഴിലാണ്. പിരാമൽ ക്യാപിറ്റൽ ആൻഡ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് വേറെ വലിയ ഗ്രൂപ്പാണ് കേട്ടോ. അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. എന്തായാലും നമുക്ക് DHFLന്റെ കഥയിലേക്ക് വരാം. ഇതെല്ലാം ആരംഭിക്കുന്നത് ഇന്ത്യ വിഭജിക്കപ്പെട്ടു പാകിസ്ഥാനും ഇന്ത്യയായി. അതിനുശേഷം പാകിസ്ഥാനിന്റെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്ത്യയിലേക്ക് വരികയാണ്, കുൽദീപ് സിംഗ് വാധ്വാൻ. ഈ വാധ്വാൻ എന്നുള്ള പേര് എപ്പോഴും നിങ്ങൾക്ക് കേൾക്കാം. കാരണം വാധ്വാൻ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. വാധ്വാൻ സഹോദരങ്ങളാണ് ഈ ഒരു വലിയ തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്തായാലും കുൽദീപ് സിംഗ് വാധ്വാന് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, രാജേഷ് വാധ്വാനും രാകേഷ് വാധ്വാനും. ഇതിൽ രാജേഷ് വാധ്വാനാണ് വർഷം 1984 DHFL എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിക്കുന്നത്. പിന്നീട് ആ കമ്പനി നോക്കി നടത്തി പോന്നിരുന്നത് അദ്ദേഹത്തിന്റെ 2 ആൺമക്കളാണ് ഇക്കാലം അത്രയും, അതായത് പൂട്ടിപ്പോകുന്നതിന് മുമ്പ് വരെ. അപ്പോൾ ഇതിലെ വില്ലന്മാരാരാന്ന് പിടികിട്ടിയല്ലോ. ഈ രാജേഷ് വാധ്വാന്റെ മക്കളായിട്ടുള്ള കപിൽ വാധ്വാനും ധീരജ് വാധ്വാനുമാണ്. അതുപോലെ തന്നെ രാജേഷ് വാധ്വാന്റെ ഒരു ഡോട്ടർ ഇൻ ലോ ഉണ്ടായിരുന്നു, അരുണ വാധ്വാനും. അപ്പോൾ ഈ 2 മക്കൾ ചേർന്നായിരുന്നു വലിയ കോടാനുകോടിക്കണക്കിന്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബാങ്ക് SBI അടക്കമുള്ള ബാങ്കുകളെ 17 ബാങ്കുകളെ പറ്റിച്ച് 34,000 കോടി രൂപ കവർന്നു. അതും ബാങ്കുകളെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വരെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വരെ അവിടെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ വലിയ കോടാനുകോടിക്കണക്കിന് രൂപ തട്ടിപ്പ്. അപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരുന്ന വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫിലൊക്കെ ആയിരുന്നു. മറ്റേ ഈസർ കാറ്റഗറി സെക്യൂരിറ്റിയും ഗവൺമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്നാൽ എന്താണ് DHFL, എന്താണ് ആ കമ്പനി ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. എല്ലാത്തിലേക്കും വരാം. DHFL അഥവാ ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതൊരു NBFC ആണ്, അഥവാ നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. ഇപ്പോൾ പേടിഎം, മൊബിക്വിക്ക്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നില്ലേ, അതെല്ലാം NBFCs ആണ്. ഈ NBFC എന്നുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെ വരുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യം കാണാറില്ലേ, മുത്തൂറ്റ്, ശ്രീരാം ഫിനാൻസ്, ഇതൊക്കെ NBFCs ആണ്. അതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പ്രൈവറ്റ് കമ്പനി അല്ലേ, ബാങ്കുകളല്ലല്ലോ, RBIയുടെ കീഴിലല്ലോ വരുന്നതെന്ന്. അല്ല,
NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് RBIയുടെ കീഴിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ RBIയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള NBFCയുടെ ലിസ്റ്റ് അറിയണമെങ്കിൽ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ നാളെ എവിടെയെങ്കിലും ലോൺ എടുക്കാൻ പോകുമ്പോഴൊക്കെ അതൊരു NBFC, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും കൂടെ ചെയ്യേണ്ടത് ഒരു കടമയാണ് നമ്മളുടേത്. DHFL എന്ന് പറയുന്ന NBFC എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിതമായത് പറയാം. അതായത് നമുക്ക് പലപ്പോഴും ലോണുകൾ ആവശ്യം വരാറുണ്ടല്ലേ. ചിലപ്പോൾ ഒരു വാഹനം, കാർ മേടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വലിയ ലോറിയൊക്കെ മേടിക്കാൻ, ലോറിയോ ബസ്സോ ഒക്കെ മേടിക്കാൻ ലോൺ ആവശ്യം വരാറുണ്ട്. ഇനി സ്ഥലം മേടിക്കാൻ ലോൺ ആവശ്യം വരാറുണ്ട്, ബിസിനസ് ചെയ്യാൻ ലോൺ ആവശ്യം വരാറുണ്ട്. കോടിക്കണക്കിന് രൂപയൊക്കെ ലോൺ എടുക്കുന്നവരുണ്ടല്ലേ. വിദേശ പഠനത്തിന് ഇന്ന് ലോൺ എടുക്കുന്നവരുടെ, വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നവരുടെ എണ്ണത്തിൽ നല്ല വർധനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം നമ്മൾ മലയാളികൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്ന ഒരു മേഖലയാണ് വീട് വയ്ക്കാനായിട്ടുള്ള ഹൗസിംഗ് ലോൺ അല്ലേ. ഈ ഹൗസിംഗ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു NBFC ആണ് DHFL എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡയറക്റ്റ് സമീപിക്കുന്ന ആരെയാണ്? ബാങ്കുകളെയാണ്. ഇപ്പോൾ നമ്മൾ SBI പോകും, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൽ പോകും, എന്നിട്ട് അവിടെ ഹൗസിംഗ് ലോൺ ഉണ്ടല്ലേ. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തേത്, ഒരു ബാങ്കിൽ നിന്ന് വീട് വെക്കാനുള്ള ഹൗസിംഗ് ലോൺ കിട്ടണമെങ്കിൽ അതിനുള്ള പേപ്പർ വർക്കുകൾ നിസ്സാരമല്ല. അത്രത്തോളം പേപ്പർ വർക്ക് ഉണ്ട്, അത്രത്തോളം കോംപ്ലക്സ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ടല്ല അതിന്റെ പേപ്പർ വർക്ക് മാത്രം. രണ്ടാമത്തത് ഇതിന്റെ ഡിലേ ആണ്. ഇത് ഭയങ്കര ഡിലേ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് തരത്തുള്ളൂ. കുറ്റിയടിക്കുമ്പോൾ ഒന്ന്, അടിത്തറയിടുമ്പോൾ ഒന്ന്, പിന്നെ അത് കെട്ടിപ്പൊക്കുമ്പോൾ ഒന്ന്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പലരും പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് കേട്ടോ. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത് കേരളത്തിൽ മലയാളികളുമായിട്ട് അത്രത്തോളം ബന്ധപ്പെടുത്താൻ പറ്റത്തില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാങ്കുകളെ സംബന്ധിച്ച് വലിയൊരു ഫാക്ടറാണ്. അതായത് ഗ്രാമങ്ങളിലും ഉൾഗ്രാമങ്ങളിലുമുള്ള സാധാരണ പാവപ്പെട്ട, അതായത് ദിവസേനയുള്ള തുച്ഛമായിട്ടുള്ള വേതനത്തിന് ജീവിക്കുന്നവരില്ലേ, അവരൊരു ഹൗസിംഗ് ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കുകൾ പെട്ടെന്ന് കൊടുക്കും. അതായത് നാഷണലൈസ്ഡ് ബാങ്കുകൾ, SBI, ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകൾ പെട്ടെന്ന് കൊടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം തിരിച്ചടയ്ക്കാൻ പറ്റാൻ ശേഷിയുള്ള എന്ന് ബാങ്കിന് തോന്നുന്നവന് മാത്രമല്ലേ കൊടുക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കിട്ടും. കാരണം കേരളത്തിലെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭൂരിഭാഗം പേർക്കും ഇപ്പോൾ ഹൗസിംഗ് ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുമെന്നല്ല പറഞ്ഞത്, അത്യാവശ്യം നല്ലൊരു പേർക്ക് കിട്ടുന്നുണ്ടല്ലേ. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ല. ഗ്രാമങ്ങളിലും ഉള്ളിലുള്ള തീരെ റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്കൊന്നും ഹൗസിംഗ് ലോൺ പെട്ടെന്ന് കിട്ടത്തില്ല. ഇനി ഉണ്ടെങ്കിൽ ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ട്, വലിയ പ്രോസസ്സാണ്, അതുപോലെ തന്നെ കിട്ടണമെന്ന് ഉറപ്പില്ലല്ലേ. അപ്പോൾ ഇവിടെയാണ് ഹൗസിംഗ് ലോൺ കൊടുക്കുന്ന NBFCs കടന്നു വരുന്നത്. ഇത് രാജ്യത്തെ തന്നെ 2ാമത്തെ NBFC ആയിരുന്നു ഈ DHFL എന്നുള്ളത്. അതായത് സാധാരണ ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ടവർക്കൊക്കെ ഈ NBFCയിലേക്ക് നേരിട്ട് പോകാം. പെട്ടെന്ന് തന്നെ അവർക്ക് ലോൺ കിട്ടും. പേപ്പർ വർക്ക് കുറവാണ്, ടൈം കുറവാണ്, അതുപോലെ തന്നെ ഗ്രാമങ്ങളിലുള്ളവർക്ക് കിട്ടും. നമ്മൾ മറ്റേതിൻ്റെ 3 പോരായ്മകൾ പറഞ്ഞെന്തായിരുന്നു? പേപ്പർ വർക്ക് കൂടുതലാണ്, ഒരുപാട് സമയമെടുക്കുന്നു, ഗ്രാമങ്ങളിലുള്ളവർക്ക് കിട്ടുന്നില്ല. ഇത് നേരെ തിരിച്ചാണ്, പെട്ടെന്ന് എല്ലാവർക്കും ഹൗസിംഗ് ലോൺ ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഈ NBFCസിന് എവിടുന്നാണ് ഇത്രയും ഫണ്ട് കിട്ടുന്നത്? ഇപ്പോൾ DHFL എന്താണ് ചെയ്യുന്നത്? എല്ലാവർക്കും ലോൺ കൊടുക്കുകയാണല്ലേ. ഇപ്പോൾ 4 ലക്ഷം രൂപ വെച്ച് ഒരുപാട് പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ കോടിക്കണക്കിന് രൂപയാവും. അപ്പോൾ ഇത്രയും ഫണ്ട് അവരുടെ അക്കൗണ്ടിൽ എവിടുന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അവർ വലിയ വലിയ ബാങ്കുകൾ, SBI, അതുപോലെ തന്നെ പഞ്ചാബ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇങ്ങനെയുള്ള വലിയ വലിയ ബാങ്കുകളിൽ നിന്ന് അവർ കടമെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NBFC ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ പലിശ നിരക്കിന് അവർക്ക് ലോൺ ലഭിക്കും. ഇവർ ആ ഫണ്ടാണല്ലോ ജനങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ആയിട്ട് കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ എത്രയ്ക്ക് കൊടുക്കും? ഒരു 10% കൊടുത്തു. ഞാൻ ഒരു ഉദാഹരണ കണക്ക് പറയുകയാണ്. അപ്പോൾ 6% പലിശയ്ക്ക് മേടിച്ച ഫണ്ട് 10% കൊടുത്തല്ലേ. അപ്പോൾ 4% ഡിഫറൻസ് ഉണ്ടല്ലോ. ഇതാണ് DHFL പോലുള്ള NBFCസിന്റെ ലാഭം എന്നുള്ളത്. വർഷം 2019 ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ വരെ DHFL എന്നുള്ളത് ചെറിയ കമ്പനി എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു NBFC, അതും സാധാരണക്കാർക്ക് ഹൗസിംഗ് ലോൺ കൊടുത്ത് അതിന്റെ മാർക്കറ്റ് ഷെയറും അതിന്റെ മൊത്തം ക്രെഡിബിലിറ്റി, അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ സ്കോർ ഇല്ലേ, ഇപ്പോൾ സിവിൽ സ്കോർ എന്നൊക്കെ പറയുന്നത്, ക്രെഡിറ്റ് സ്കോർ ഒക്കെ അറിയില്ല. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നതും വളരെ വലുതായിരുന്നു. എല്ലാത്തരം ക്രെഡിറ്റ് കമ്പനീസും ഇതിന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്രെഡിറ്റ് റേറ്റ് ഒക്കെ വളരെ ഹൈ ആയിരുന്നു. മാത്രമല്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ DHFL പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം ഇവരുടെ സ്റ്റോക്കും ഒക്കെ ഹൈ ആയിട്ട്, ഓൾ ടൈം ഹൈ ആയിട്ട് ഇങ്ങനെ കുതിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുകയാണ് വർഷം 2019 ജനുവരി 29 കോബ്ര പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. DHFL നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു സ്കാമാണ്. ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ആ ഒരു കാര്യം ഏറ്റവും ആധികാരികമായിട്ട് പുറത്തുവിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഡീറ്റെയിൽഡ് റിപ്പോർട്ടായിരുന്നു. അതിലവർ പറഞ്ഞിട്ടുള്ളത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. അതായത് DHFL ലോൺ എന്നും പറഞ്ഞിട്ട് സാധാരണ ജനങ്ങളുടെ അക്കൗണ്ടിലേക്കാണല്ലോ പൈസ ഇട്ട് കൊടുക്കുന്നല്ലേ.
പക്ഷെ അങ്ങനത്തെ ജനങ്ങളും ഇല്ല, അങ്ങനത്തെ വ്യക്തികളും ഇല്ല. ഇനി കമ്പനീസിനാണ് കൊടുത്തെങ്കിൽ അങ്ങനത്തെ കമ്പനീസും ഇല്ല. ഇതെല്ലാം തന്നെ ഈ മുതലാളികളുണ്ടല്ലോ, ഈ 2 മക്കളുണ്ടായിരുന്നല്ലോ, ഒന്ന് കപിൽ വധ്വാനും ധീരജ് വധ്വാനും, ഇവരുടെ തന്നെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള കമ്പനീസ് ആണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോബ്ര പോസ്റ്റിൽ പറയുന്ന കാര്യമാണ് കേട്ടോ. നാഷണൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് കോടാനുകോടിക്കണക്കിന് രൂപ മേടിച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു, അതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു കോബ്ര പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിനെപ്പറ്റി ചർച്ചയായി. അപ്പോൾ DHFL പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല, അത് വെറുതെ അങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണ്, അതിൽ സത്യാവസ്ഥയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയുകയാണ്. ആരും അധികം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. പക്ഷേ പിന്നീട് ഒരു വാർത്ത പുറത്തു വരികയാണ്, ഒരു ചെയിൻ റിയാക്ഷൻ പോലെ യഥാർത്ഥ സംഭവങ്ങൾ വെളിച്ചത്ത് വരാൻ കാരണമായിട്ടുള്ള വാർത്ത എന്ന് വേണം പറയാനായിട്ട്. അതായത് പഞ്ചാബ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതുപോലെ തന്നെ യെസ് ബാങ്കിലൊക്കെ അവിടുത്തെ ചില ഉപഭോക്താക്കൾ, നമ്മളെ പോലുള്ള യൂസേഴ്സ് പണം വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബാങ്കും അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ RBIയുടെ അണ്ടറിലാണ് ഇവരെല്ലാം ഉള്ളതല്ലേ. അപ്പോൾ RBI ഇതിൻ്റെ അകത്ത് ഇടപെട്ട് കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. എന്തുകൊണ്ട് കസ്റ്റമേഴ്സിന് പണം വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് പൈസയുടെ ചില ഷോർട്ടേജുകൾ അവിടെ വന്നിട്ടുള്ളതായിട്ട് RBIക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയുള്ളൊരു അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും പഞ്ചാബ് ബാങ്കിൻ്റെയൊക്കെ പല ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ വാധ്വാൻ ഫാമിലി അഥവാ വാധ്വാൻ ബ്രദേഴ്സുമായിട്ട് ബന്ധമുണ്ടെന്ന്. അവിടുന്നാണ് DHFLന്റെ മുഖംമൂടി വലിച്ചു കീറപ്പെടാൻ തുടങ്ങിയത്. DHFLുമായിട്ട് ആദ്യമായിട്ടൊരു ലോൺ റീപേയ്മെന്റ് മുടങ്ങി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അതായത് വലിയ ബാങ്കിൽ നിന്നാണല്ലോ ഇവർ ലോൺ എടുത്തിരിക്കുന്നത്, പലിശ കൃത്യമായിട്ട് അടയ്ക്കണമല്ലോ, ലോൺ എമൗണ്ട് കറക്റ്റ് സമയത്തിനുള്ളിൽ അടച്ചു തീർക്കണമല്ലോ. അങ്ങനെ മുടങ്ങി എന്നൊരു വാർത്ത വരുന്നത് വെറും 60 കോടിയുടെ മാത്രമായിരുന്നു. അതൊന്നും ഇപ്പോൾ DHFLന്റെ വാധ്വാൻ ബ്രദേഴ്സ് പറഞ്ഞത് അത് ചെറിയ ഫണ്ട് റോളിങ്ങിന്റെ പ്രശ്നമാണ്, അതൊക്കെ ഉടനെ തന്നെ അടച്ചു തീർക്കും, ഇതൊക്കെ വലിയ വിഷയമാണോ എന്നുള്ളതായിരുന്നല്ലേ. പക്ഷേ പിന്നീട് വലിയ അന്വേഷണങ്ങൾ വരികയാണ്, RBI ഇടപെടുകയാണ്, CBI ഇടപെടുകയാണ്, അതുപോലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അതിന്റെ പ്രത്യേക കോടതിയൊക്കെ ഇടപെടുന്നുണ്ട്. അതുപോലെ KPMG എന്ന കമ്പനി ബിഗ് ഫോറിൽ ഒന്നാണ്, ഇതുപോലെ ടാക്സ് ഓഡിറ്റിംഗും ഫിനാൻഷ്യൽ അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ റിപ്പോർട്ടുകളും വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. DHFL വഴി നമുക്ക് ഒരു സാധാരണക്കാരന് ഒരു ഹൗസിംഗ് ലോൺ എടുക്കണമായിരുന്നെങ്കിൽ അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് പ്രോസസ് ചെയ്യപ്പെടുന്നത് എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുകയാണല്ലേ, എവിടെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ആപ്ലിക്കേഷനും നമ്മുടെ പേരും വിവരങ്ങളും എല്ലാ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഇത് നേരെ ലോണിന്റെ ഡാറ്റാ ബേസിലേക്ക് കയറുകയാണ്. അതായത് ആരൊക്കെ ലോൺ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിലെ ഡാറ്റാ ബേസ് ഉണ്ടല്ലോ, ഇവർ കമ്പ്യൂട്ടറിലേക്ക് കയറ്റുകയാണ്. കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയ ശേഷം അവർ അണ്ടർ റൈറ്റിംഗ് ചെയ്യണം, അതായത് പുനർപരിശോധന നടത്തിയിട്ട് ഇത് വീണ്ടും മറ്റൊരു പേപ്പറിലോട്ട്, പേപ്പർ എന്ന് ഉദ്ദേശിച്ചത് ഡിജിറ്റൽ ആകാം, എന്തോ ആകാം, അവരിലേക്ക് എഴുതിയിട്ട് ലോണിന്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ സെറ്റാക്കിയാണ്. ഇവരുടെ വിവരങ്ങളും ഇവർ ആരാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാം ചേർത്തുകൊണ്ട് ഇവർ തന്നെ ഒരു ഡാറ്റ പ്രിപ്പയർ ചെയ്യാണ്. ഇവിടുന്ന് നേരെ പോകുന്നത് അപ്രൂവൽ കമ്മിറ്റിയിലേക്കാണ്. അപ്രൂവൽ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഈ വ്യക്തിക്ക് ലോൺ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. ലോൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടോ, അദ്ദേഹം എന്തെങ്കിലും തട്ടിപ്പിന് വേണ്ടിയാണോ, അതായത് ശരിക്കും വീട് വെക്കാൻ ഉദ്ദേശമുണ്ടോ, അതോ കള്ളം പറഞ്ഞുകൊണ്ട് ലോൺ എടുക്കുന്നതാണോ, അദ്ദേഹം വീട് വെച്ചിട്ട് ഓരോ ഘട്ടങ്ങളായിട്ട് വീട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ എന്തായാലും വരുമല്ലോ അല്ലേ. ഇവർ സ്പീഡപ്പായിട്ട് ചെയ്യും, NBFC ആയതുകൊണ്ടല്ലേ. എന്തായാലും അപ്രൂവൽ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ആ വ്യക്തിക്ക് ലോൺ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. കൊടുക്കണം എന്നുള്ളതാണെങ്കിൽ ഇവർ നേരെ അപ്രൂവൽ കമ്മിറ്റി ഒപ്പിട്ട് നേരെ പോകുന്നത് ഈ മാനേജിംഗ് ഡയറക്ടർ അഥവാ MDയുടെ അടുത്തേക്കായിരിക്കും. MDയും കൂടെ ഒപ്പുവെച്ചാൽ മാത്രമാണ് ഈ ലോൺ സാങ്ഷൻ ആയിട്ട് ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും ഫണ്ട് പോകുന്നത് അല്ലേ. ടേംസും കണ്ടീഷനൊക്കെ ഉണ്ടാകും, ഇത്രയും പലിശ ഇത്ര അടച്ചുകൊണ്ടിരിക്കണം, ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ DHFL വഴി ലോൺ ലഭിക്കാനുള്ള പ്രോസസ്സ് മനസ്സിലായാലും അല്ലേ. ഒരുപക്ഷെ ഒരുപാട് മലയാളികളൊക്കെ ലോൺ അപ്ലൈ ചെയ്തിട്ടും ലോൺ എടുത്തിട്ടൊക്കെ ഉണ്ടാകാം. എന്നാൽ ഇത്രത്തോളം പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഈ ഏജൻസികളുടെ എല്ലാ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് 2,60,000 മുകളിൽ വരുന്ന ലോൺ അക്കൗണ്ടുകളിൽ നിന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, അതായത് ലോൺ അക്കൗണ്ടിൽ നിന്ന് അപേക്ഷകൾ വന്നിട്ടുണ്ട്. 2,60,000 പരം വ്യക്തികളോ ഓർഗനൈസേഷൻസോ കമ്പനികളോ ലോണിന് വേണ്ടി, ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അല്ലേ. പക്ഷേ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ എന്തെന്നാൽ ഈ 2,60,000 മുകളിൽ വരുന്ന അക്കൗണ്ടുകളിൽ നിന്നിട്ട് ലോണിന്റെ റിക്വസ്റ്റിന് കൊടുത്തിട്ടുള്ള ആ അക്കൗണ്ടുകളും അപേക്ഷകളും എല്ലാം തന്നെ ഇല്ലേ, എല്ലാം തന്നെ കൃത്രിമമായിരുന്നു. അങ്ങനത്തെ വ്യക്തികളുമില്ല, കമ്പനീസും ഇല്ല, ഓർഗനൈസേഷൻസും ഇല്ല, അഡ്രസ്സും ഇല്ല, പേരുമില്ല, ഊരുമില്ല. ഇതെല്ലാം തന്നെ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ വാധ്വാൻ സഹോദരങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ RBI ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ലോൺ അപ്ലൈ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇത്രത്തോളം ബാങ്ക് അക്കൗണ്ടുകൾ അവിടെ കാണിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ 2,60,000 മുകളിൽ വരുന്ന ഈ ലോൺ അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് അല്ലല്ലോ ഡയറക്റ്റ് പൈസ പോകുന്നത്. ഇത് കാണിച്ചുകൊണ്ട് ഇവർ മറ്റ് വലിയ ബാങ്കുകളുടെ കയ്യിൽ നിന്ന്, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്കിന്റെ കയ്യിൽ നിന്നൊക്കെ കോടികൾ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് മേടിച്ചിരുന്നത് അല്ലേ. ഇവർ സെറ്റ് ചെയ്താകട്ടെ ഒരു ബാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർക്ക് ഓഫീസ് ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അത് പേപ്പറിൽ മാത്രമുള്ള ഓഫീസായിരുന്നു DHFLന്റെ. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് SBIക്ക് അല്ലെങ്കിൽ വലിയ ബാങ്കുകൾക്ക് എന്ത് കണ്ടിട്ടാണ് ഇവർക്ക് ഇത്ര ലോൺ കൊടുത്തത്? ഇവരുടെ ഓഫീസ് എന്ന് പറയുന്ന മെയിൻ ഓഫീസ് ഉണ്ടല്ലോ, ബാന്ദ്ര ബ്രാഞ്ച്, അതൊരു ഓഫീസ് പോലും ഇല്ലായിരുന്നു അവിടെ. അതായിരുന്നു ഏറ്റവും വലിയ തമാശ. അങ്ങനെ ഈ ഒരു 2,60,000 മുകളിൽ വരുന്ന ലോൺ അക്കൗണ്ടുകൾ കാണിച്ച്
ഈ വലിയ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ഇവർ മൊത്തം കൂടെ ഏകദേശം 40,000 കോടി രൂപയ്ക്ക് മുകളിൽ മേടിക്കുകയാണ്. ഇത് ഉത്തരം ഓപ്പൺ ആയിട്ടില്ല, നിങ്ങൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് DHFLന്റെ അക്കൗണ്ടിൽ വീഴുകയാണ്. ഈ കോടിക്കണക്കിന് രൂപ വാധവാൻ സഹോദരങ്ങൾ മറ്റ് രാജ്യങ്ങളിലുള്ള ഷെൽ കമ്പനീസിലേക്ക് അയക്കുകയാണ്. ഷെൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന, ഓഫീസൊന്നും കാണണമെന്ന് നിർബന്ധം പോലും ഇല്ല, റവന്യൂ ഉണ്ടാകണം നിർബന്ധമില്ല, പ്രധാനമായിട്ടും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന്, അതിനെ വിളിക്കുന്ന പേരാണ് ഷെൽ കമ്പനീസ് എന്നുള്ളതല്ലേ. ഇത് പ്രധാനമായിട്ടും സ്ഥാപിക്കുന്നത് മൗറീഷ്യസ്, ഷെയ്സൽസ്, കെയ്മാൻ ഐലൻഡിലൊക്കെ ആയിരിക്കും. കാരണം ഇതെല്ലാം ടാക്സ് ഫ്രീ ഹാവൻസ് ആണ്. ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ടാക്സ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് തന്നെ അവിടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ വന്നു വീണ് കഴിഞ്ഞാലും ഗവൺമെന്റ് ശ്രദ്ധിച്ച് ഇതെന്താണ് അവർ ചെയ്യുന്നത്, ഇത് കള്ളപ്പണമാണ്, അങ്ങനെയൊന്നുമില്ല. കള്ളപ്പണം എന്ന് പറയുന്ന സംഭവമില്ല. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് കൊടുക്കാത്ത പൈസയാണ്. പലർക്കും ഒരു സംശയമുണ്ട് കേട്ടോ, കള്ളപ്പണം എന്ന് പറഞ്ഞാൽ കള്ളനോട്ടാണെന്നല്ല. കള്ള നോട്ട് വേറെ, അത് വേറൊരാൾ അടിച്ചിറക്കുന്ന പൈസയാണ്. കള്ളപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കാത്ത പൈസയ്ക്കാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. കണക്കിൽപ്പെടാത്ത പൈസയ്ക്ക് കള്ളപ്പണം എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ ഇവർ ഷെൽ കമ്പനീസിലേക്ക് മാറ്റുകയാണ്. മൊത്തം കൂടെ 66 ഷെൽ കമ്പനീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗം കമ്പനീസും ഇവരുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതായിരുന്നു. അതായത് അൾട്ടിമേറ്റ്ലി ഇവരെന്താണ് ചെയ്തത്? ബാങ്കിന്റെ പൈസ ഇവരുടെ തന്നെ പോക്കറ്റിലേക്ക് ആക്കിയാണ്. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിലേക്കോ മാളുകളിലേക്കോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾ വെറുതെ ഓഫീസും തുറന്നു വെച്ചിരിക്കുന്ന കാണാമല്ലേ. ഞാൻ പറഞ്ഞത് അഡിഡാസ്, പീമ അതുപോലത്തെ വലിയ കമ്പനീസ് അല്ല. അവർക്ക് എല്ലായിടത്തും ഓഫീസ് തുറന്നു വെച്ച് സെയിലില്ലെങ്കിലും അവർക്ക് നഷ്ടമൊന്നും ആകും പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് ഒരു മലയാളി ഒരു റെസ്റ്റോറൻറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്, വലിയ ആഡംബര റെസ്റ്റോറൻറ്റ്. പക്ഷെ ആള് കയറുന്നുമില്ല, പുള്ളി അതിനെപ്പറ്റി മൈൻഡ് ചെയ്യുന്നുമില്ല, കൃത്യമായിട്ട് ഓപ്പൺ ആണ്, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലേ. അതിന് പിന്നിൽ പലപ്പോഴും മറ്റൊരു കളി നടക്കാറുണ്ട്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ. എങ്ങനെയാണ് വെളുപ്പിക്കുന്നതെന്നല്ലേ? നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ കള്ളപ്പണം ഉണ്ടെന്ന് വയ്ക്കുക. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളൊരു ഹോട്ടൽ സെറ്റപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഡെയിലി ഇത്ര റവന്യൂ ഉണ്ടായെന്ന് കാണിക്കാനല്ല. ഉദാഹരണം, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ശരിക്കും നിങ്ങളുടെ കുറച്ച് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരും. 20,000 രൂപയുടെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിലാണ് ഉണ്ടായെന്ന് വയ്ക്കുക. നിങ്ങൾ എന്താ കാണിക്കുക? കണക്കിൽ എന്ത് കാണിക്കും? 40,000 രൂപയുടെ എന്നും പറഞ്ഞ് കാണിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കള്ളപ്പണം ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോസസ്സും കോംപ്ലിക്കേഷൻസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 20,000 രൂപ ദിവസ ലാഭം കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ കണക്ക് ബുക്കിൽ എഴുതി ചേർക്കുന്നത് 40,000 രൂപ എന്നായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അത് ഒരു ലീഗൽ മണിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അല്ല അങ്ങനെ കാണിക്കുമ്പോഴേക്കും മൊത്തത്തിൽ ആകെ ലാഭം കൂടിയെന്നാകില്ല, അപ്പോൾ കൂടുതൽ ഇൻകം ടാക്സും കൊടുക്കണ്ടേ? ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് എവിടുന്നാണ് സോഴ്സ് വന്നതെന്ന് നമുക്ക് കാണിക്കാതെ തന്നെ വൈറ്റാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ സോഴ്സ് കാണിക്കുകയും മറ്റ് ചിലപ്പോൾ വേറെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾ സമ്പാദിച്ച പണമാണെങ്കിൽ അതിന്റെ പിന്നിൽ നിങ്ങൾ വലിയ നിയമക്കുരുക്കിലേക്ക് പോയി പെടുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലർ റവന്യൂ കൂട്ടി കാണിച്ചിട്ട് ആ വരുമാനത്തിന് ടാക്സ് അടച്ചും അത് ലീഗലാക്കാറുണ്ട്. ചിലപ്പോൾ മയക്കുമരുന്നോ ഗോൾഡോ ഒക്കെ വിറ്റ് കിട്ടിയതായിരിക്കും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുക അവരെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ. ഇനി മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്? അതായത് കൂടുതൽ വരുമാനം കാണിച്ചു, പക്ഷേ കൂടുതൽ വരുമാനം കാണിച്ചതിന് ടാക്സ് അടയ്ക്കാൻ പറ്റൂല. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഈ ഹോട്ടലിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ, ആ റെസ്റ്റോറൻറ്റിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അതിൽ നിന്ന് മറ്റ് കമ്പനീസിലേക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഷെൽ കമ്പനീസിലേക്ക് അയക്കും. ഷെൽ കമ്പനീസ് വഴി വീണ്ടും അത് അവിടുന്ന് മറ്റേ രാജ്യത്ത് നിന്ന് അങ്ങനെ അൾട്ടിമേറ്റ്ലി അവർ തിരിച്ച് അവരെടുക്കുമ്പോൾ അത് വൈറ്റ് ആയിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ലക്കി ഭാസ്കർ സിനിമയിലൊക്കെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നും കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തന്നെ 1 കോടി രൂപ കള്ളപ്പണം ഉണ്ടെന്ന് വെക്കുക. നിങ്ങൾ ഹവാലയായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് അടിക്കുകയാണ്, ട്രാൻസ്ഫർ ചെയ്യണം ഹവാലയായിട്ട്. ഹവാല നിയമവിരുദ്ധമാണ്, ഒരിക്കലും ചെയ്യരുത് കേട്ടോ. എപ്പോഴും പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ലീഗൽ ചാനലിലൂടെ തന്നെ ചെയ്യുക. എന്തായാലും ഞാൻ ഇത് എങ്ങനെ വെളുപ്പിക്കുന്ന ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാണ്, അല്ലാതെ ആർക്കും മോട്ടിവേഷനോ കാര്യങ്ങൾക്ക് ഒന്നും വേണ്ടിയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, പിടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും മറ്റു രാജ്യത്ത് ഹവാലായിട്ട് എത്തിയല്ലോ, അവിടെ ഒരു ഷെൽ കമ്പനിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യും. ഇപ്പോൾ ലക്കി ഭാസ്കർ കാണിക്കുന്ന കാര്യം എന്താണ്? ദുൽഖറിന്റെ കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ട് വരുന്ന വ്യക്തിയുടെ പേരിൽ ഒരു അച്ചാർ കമ്പനി ദുൽഖർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അച്ചാറിന് ദുബായിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലും ഓർഡർ വരുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ 10-8 രൂപയ്ക്കൊക്കെ മേടിക്കാൻ ആളുണ്ടെന്ന് വരികയാണ്. അങ്ങനെ ദുബായിൽ നിന്നും ആ പൈസ ഇങ്ങോട്ട് തിരികെ വരുന്നതായിട്ട് കാണിക്കുകയാണ്. അച്ചാറും പോകുന്നുണ്ടല്ലേ, പക്ഷെ അച്ചാർ 5 രൂപയുടെ അച്ചാറാണെങ്കിൽ 500 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വരികയാണ്. അങ്ങനെ അവിടുന്ന് വീണ്ടും ആ പൈസ ഇങ്ങോട്ട് ലീഗലായിട്ട് വരികയാണ്. അങ്ങനത്തെ വഴികളുണ്ട്. അപ്പോൾ ഒരുപാട് വഴികളുണ്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ. ഇത് ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പല ഷെൽ കമ്പനീസിനെ ഉപയോഗിച്ച് ഇവിടുന്ന് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടായിരുന്നു വാദ്വാൻ പ്രദേശം ഈ പൈസ വൈറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ പലയിടത്തായിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റ് നേരെ ഷെൽ കമ്പനീസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ DHFL കേസിൽ ഒരു വഴിത്തിരിവായി മാറിയിട്ടുണ്ടായിരുന്നത് CBIയുടെ ഇടപെടലായിരുന്നു. എങ്ങനെയാണ് CBI ഇടപെടുന്നത് നോക്കുകയാണെങ്കിൽ, യൂണിയൻ ബാങ്ക് ഉണ്ടല്ലോ, CBIക്ക് ഒരു പരാതി കൊടുക്കുകയാണ്. DHFL ഞങ്ങളിൽ നിന്നും മറ്റ് ബാങ്കുകളിൽ നിന്നുമായിട്ട് മൊത്തം കൂടി ഏകദേശം 42,000 കോടി രൂപ വരെയൊക്കെ കടമെടുത്തിട്ടുണ്ട്. അതിൽ 34,000 കോടിയും തിരികെ തന്നിട്ടില്ല. അതായത് 34,000 കോടിയും അവർ തട്ടിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ പരാതി. അതിന്മേൽ വന്ന അന്വേഷണമൊക്കെയാണ് ഇത്രയും വലിയ ശൃംഖലകൾ. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഈ ഷെൽ കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഇവിടെ രാജ്യത്തെ ഏജൻസികൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, RBI, അതുപോലെ മറ്റ് KPMG പോലുള്ള പ്രൈവറ്റ് സംഘടനകൾ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി,
മാറി. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടും നിയമവും കോടതിയും ഒക്കെയാണ്. അതൊക്കെ ഇടപെട്ടിട്ടായിരുന്നു ഈ വലിയ സ്കാം വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ എല്ലാം കോൺസിക്വൻസ്, അനന്തരഫലങ്ങൾ എന്തായിരുന്നു? വളരെ വലുതായിരുന്നു. ഒന്നാമത്തത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഓഫ് കോഴ്സ് DHFL എന്ന് പറയുന്ന കമ്പനി പൂട്ടി പോകുമല്ലേ. 2019 തന്നെ DHFL എന്ന് പറയുന്ന കമ്പനി പാപ്പരായിട്ട് RBI പ്രഖ്യാപിക്കുകയും RBI പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ആ ഒരു കമ്പനിയുടെ ബോർഡിലുള്ള ബോർഡ് അംഗങ്ങൾ ഉണ്ടല്ലോ, ആ ബോർഡെല്ലാം പിരിച്ചുപിടിക്കുകയാണ്. ഇത് പാപ്പരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. 2020 ഫ്രോഡായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഈ ഒരു കമ്പനി ഈ ഒരു NBFC ആയതുകൊണ്ട് തന്നെ മറ്റു കമ്പനിയിൽ ലയിപ്പിക്കാനാണ് നോക്കുക. അത് അപ്പാടെ പൂട്ടിപ്പോകുന്ന ഒരു സംവിധാനം ഇല്ല. അതുകൊണ്ട് തന്നെ RBI ഇതിന്റെ ലയന നടപടികളിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണ് 2021 പിരാമൽ ഗ്രൂപ്പ് ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 34,000 കോടിക്കായിരുന്നു. DHFL പൊട്ടിയതിന്റെ ഏറ്റവും വലിയ ദുരന്താനുഭവം നേരിട്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. നമ്മളിപ്പോൾ വിചാരിക്കും ബാങ്കുകളുടെ പൈസയല്ലേ പോയത്. അല്ല, DHFL ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. 2019 വരെ വളരെ ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരു കമ്പനി ആയിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഈ വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 16% ഇടിഞ്ഞു. അതുപോലെ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 97% അതിന്റെ ഷെയർ വാല്യൂ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തിനേറെ പറയും, നിങ്ങൾക്ക് ഒരു പേര് പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാവും. ഇന്ത്യയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ ശ്രീ രാകേഷ് ജുൻജുൻവാല, അദ്ദേഹം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൂടും. കാരണം അദ്ദേഹമൊക്കെ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ആളായിരുന്നല്ലേ. ഇനി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ കമ്പനിയിൽ എത്രത്തോളം അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം അല്ലേ. എന്തായാലും ഈ ഇടിവിന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് 178 കോടി രൂപയാണ്. ഒറ്റ ഇടിവിന്, ഒറ്റ കമ്പനിയിൽ നിന്ന് മാത്രം അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിക്ക് പോലും 178 കോടി രൂപ നഷ്ടമുണ്ടായി. അതിനുശേഷം പിന്നീട് പാനിക് സെല്ലിംഗ് വന്നു. അങ്ങനെ ആ കമ്പനി അൾട്ടിമേറ്റ്ലി അത് മൊത്തത്തിൽ കൊളാപ്സ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇവിടെയും നമ്മൾ ഒരു കോഷൻ എടുക്കേണ്ടതുണ്ട്. അതായത് പല കമ്പനീസും പൊട്ടുമ്പോൾ, വില ഇടിയുമ്പോൾ മേടിച്ച് കൂട്ടാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ പലപ്പോഴും കാണുന്നൊരു പ്രവണതയാണ്, വില തീരെ ഇടിഞ്ഞ കമ്പനി പൊട്ടിത്തകരുകയല്ലേ. ഏറ്റവും വില അടിയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറുമ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടുമല്ലോ എന്നല്ലേ. അങ്ങനെ മേടിച്ചവരും പെട്ടു. കാരണം ആ കമ്പനി അൾട്ടിമേറ്റ്ലി പൂട്ടിപ്പോവുകയാണ് ചെയ്തത്. അതിൻ്റെ വില കംപ്ലീറ്റ് തകർന്ന് അത് പൂട്ടിപ്പോയല്ലേ. അപ്പോൾ വീഴുന്ന കത്തിയിൽ പിടിച്ചവരും ഈ ഒരു വിഷയത്തിൽ പെടുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് പൊട്ടുമ്പോൾ ഇതിൻ്റെ വില സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു വരുമ്പോഴേക്കും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും കുറഞ്ഞാണ് വരുന്നത്. അതായത് വിദേശ നിക്ഷേപ കമ്പനികളും ആഭ്യന്തര നിക്ഷേപ കമ്പനികളും അവരുടെ ഷെയർ കുറച്ചു കൊണ്ടുവരുന്നു. അത് കാരണം അവർ ഇട്ടിട്ട് ഓടുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ പബ്ലിക് മേടിച്ച് കൂട്ടുകയാണ്. വില കുറയുമല്ലേ, മേടിച്ച് കൂട്ടാം. അങ്ങനെ ഒരുപാട് പേർക്ക് കോടാനുകോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരികയാണ്. ഇനി അത് ഇടിഞ്ഞപ്പോൾ വിറ്റുപോയവരുണ്ട്. വിറ്റുപോകുന്ന രക്ഷയില്ല, ഒരിക്കലും തിരിച്ചു കയറാൻ പോകുന്നില്ല. അപ്പോൾ വിറ്റവർക്ക് അത്രയും ലാഭം ചിന്തിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ പേടിഎം ഇതുപോലെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പേടിഎം ഇപ്പോൾ തിരിച്ചു കയറി വരുന്നുണ്ടല്ലേ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. അത് നോക്കി കളിക്കുക. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാത്രം ട്രേഡ് ചെയ്യുക. അതായത് തട്ടിപ്പിലൂടെ പൈസ പോകില്ല എന്ന് സെബി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഫ്ലക്ച്വേഷൻസും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ അദാനിയെ പറ്റിയിട്ട് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അദാനിയുടെ സ്റ്റോക്ക് ഇടിയുന്നില്ലേ, ഇങ്ങനത്തേക്ക് സംഭവങ്ങൾ വരും. കയറും, ചിലപ്പോൾ ഒരു കമ്പനി പൂട്ടിപ്പോകാം. ഇതുപോലെ കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി സ്കാം ആയിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മാർക്കറ്റ് റിസ്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങുക. അതിൻ്റെ അകത്ത് ട്രേഡും ഇൻവെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളിങ്ങനെ സംസാരിച്ച് വരുന്ന വഴി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറ്റുമോ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രി ആവാസ് യോജന ഇവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നല്ലേ. എങ്ങനെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇവർ ദുരുപയോഗം ചെയ്തത്? അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് അത്രയും ടൈപ്പ് ഉള്ളതുകൊണ്ട് ഇവർക്ക് അത്രത്തോളം പൊളിറ്റിക്കൽ പവർ ഉണ്ടായിരുന്നു. അത്രത്തോളം മന്ത്രിമാരുമായിട്ടും MLA MP അതുപോലെ വലിയ പവർഫുൾ ബിസിനസ്മാൻ, പോലീസിലും എല്ലാം അത്രയും ശക്തരായിരുന്നു ഈ കപിൽ വാധ്വാനും ബ്രദേഴ്സൊക്കെ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കാണാൻ പറ്റുന്നത് 2020 ജനുവരി 21 PMLA, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ഇവരെ അറസ്റ്റ് ചെയ്യാണ്, റിമാൻഡ് ചെയ്യാണ്. അത് കപിൽ വധ്വാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ കൊടുക്കുകയാണ്. ബോംബെ ഹൈക്കോർട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. PMLA കോടതിയായിരുന്നു ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ടല്ലോ. കാരണം പ്രത്യക്ഷത്തിൽ ഒരു കൊച്ചുകുഞ്ഞു നോക്കിയാൽ പോലും മനസ്സിലാകുന്നു 34,000 കോടി തിരിച്ചു കൊടുത്തിട്ടില്ല, അവർ തട്ടിച്ച് കളഞ്ഞു, അവരുടെ അക്കൗണ്ടിലും ഇല്ല, വേറെ രാജ്യത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നല്ലേ. അങ്ങനെ റിമാൻഡിൽ പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു വകുപ്പും അത്രത്തോളം ശക്തമായിട്ടുള്ള കേസാണ്. പക്ഷേ ഇവർ പുറത്തിറങ്ങിയാണ്. എന്നാണെന്ന് അറിയാവൂ, ജനുവരി 21 ഈ കപിൽ വധ്വാനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നത്. ഫെബ്രുവരി 22 ജാമ്യം കിട്ടുകയാണ്. എങ്ങനെ കിട്ടി? അത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ഇവർ, അത്രത്തോളം പവർഫുൾ ആയിരുന്നു ഇവർ. അതായത് ബോംബെ ഹൈക്കോടതിയിലൊക്കെ അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ കാണിച്ചും ഒക്കെയായിരുന്നു ഇവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇത്രത്തോളം ബന്ധം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് പണക്കാരനാണല്ലേ. കണ്ടെത്തൽ എന്തായിരുന്നെന്ന് അറിയാമോ? ദാവൂദിന് വരെ ഇവർ ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ലിങ്ക് ഉണ്ടെന്നുള്ളതായിരുന്നു. പല ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിയമവിരുദ്ധ ദാവൂദിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾക്കൊക്കെ ഇവർ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്ത്
കേസ് ഉണ്ടായിട്ട് പോലും ഇവർക്ക് ജാമ്യം കിട്ടുന്നത് ഇവരുടെ പവർ, ഇൻഫ്ലുവൻഷ്യൽ പവർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഗവൺമെന്റുമായിട്ടുള്ള ബന്ധം അത്രത്തോളം എടുത്തു പറയുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവർ ഗവൺമെന്റിനെ അറിയിക്കും, പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നമുക്ക് കുറേ പേർക്ക് വീട് ലോൺ കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കാം. അപ്പോൾ ഗവൺമെന്റ് സമ്മതിക്കും. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ഫേക്ക് ലോൺ അക്കൗണ്ടുകൾ ഉണ്ടാക്കുമല്ലോ, അതിൽ കുറെ എണ്ണം പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കും. അങ്ങനെ PMAYയുടെ പേരിൽ സൃഷ്ടിച്ചിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ലോൺ അക്കൗണ്ടുകൾ മുഖാന്തരം ഇവര് 14,000 കോടി തട്ടിച്ചടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആവാസ് യോജന ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ബാങ്കുകളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആള് തന്നെയല്ലേ, അവർക്ക് കൊടുക്കുക, അവർ പാവങ്ങൾക്ക് വീട് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ബാങ്കുകൾ ഒരുപാട് പൈസ കൊടുത്തു, അവർ തിരിച്ച് കിട്ടാതെ വരുമ്പോൾ പതുക്കെ ആകുമ്പോഴേക്കും അവർ പിന്നീട് പതുക്കെ കൊടുക്കത്തുള്ളൂ, കൊടുക്കാൻ മടിച്ചേ കൊടുക്കത്തുള്ളൂ അല്ലേ. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ബാങ്കുകളുടെ മേല് ഒരു സമ്മർദ്ദം വരികയാണ്, ഇവർക്ക് ലോൺ കൊടുക്കുക. അങ്ങനെ PMA വഴിയാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ ഇവർക്കുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്കിന് നേട്ടമുണ്ട്, ഇവർക്ക് നേട്ടമുണ്ട് കേട്ടോ. ഈ ലോൺ നിരക്കിൽ സബ്സിഡി ലഭിക്കും. ലോൺ നിരക്കിൽ സബ്സിഡി ആയിട്ട് മാത്രം ഒരുപാട് കോടികൾ DHFL കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി അപ്ലൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ റിയൽ ആയിരുന്നു, ശരിക്കുള്ള വ്യക്തികളായിരുന്നു, അല്ല ഫേക്ക് അക്കൗണ്ടുകളായിരുന്നല്ലേ. അപ്പോൾ ആ ഒരു മുഖാന്തരം 14,000 കോടി രൂപയും പോയിട്ടുണ്ട് ആവാസ് യോജനയ്ക്ക് വേണ്ടി മാത്രം. ഗവൺമെന്റ് മൊത്തം പെട്ടു, സമ്മർദ്ദത്തിലാക്കിയാണ്. ഈ പൈസയൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് ആലോചിച്ചപ്പോഴായിരിക്കും ഇത്രത്തോളം ടാക്സ് കൂട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ, അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഒക്കെ ടാക്സ് നേരെ 20% ലോങ് ടൈമിന്റെ കൂട്ടുകാണ്, മറ്റ് പല ടാക്സുകളും കൂട്ടുകാണ്. എന്തായാലും ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്. പക്ഷേ ഈ ഒരു ഗവൺമെന്റുമായിട്ടുള്ള ലിങ്ക്, പൊളിറ്റീഷ്യൻസ്, മിനിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ലിങ്ക് വളരെ ഭയങ്കര ശക്തമായിരുന്നു ഇവർക്ക്. അതുകൊണ്ട് ഇവർക്ക് അത്രത്തോളം കരുത്തരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മറ്റ് പല കഥകൾ കേൾക്കുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്നൊന്നും പഠിക്കാനില്ലായിരിക്കും അല്ലേ. പക്ഷേ ഏത് സാമ്പത്തിക തട്ടിപ്പിന്റെ കഥ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് പഠിക്കാനുള്ളതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ, ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ആ കമ്പനീസ് ചിലപ്പോൾ ഫേക്ക് കമ്പനീസ് ആയിരിക്കും, അവരെ കൃത്രിമമായിട്ട് പ്രൈസ് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ അങ്ങനെ ഉപയോഗിച്ച് പ്രൈസ് കയറ്റിയിട്ടുള്ളതായിരിക്കും. അവരുടെ സത്യാവസ്ഥ മുഖംമൂടി വലിച്ചു കയറപ്പെടുമ്പോൾ ആ കമ്പനി ഒന്നടക്കം പൊട്ടുമ്പോൾ വില ഇടിയുമ്പോൾ മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ DHFLന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്, ആ കമ്പനി അൾട്ടിമേറ്റ്ലി പൊട്ടിപ്പോവുകയാണല്ലേ. അവർക്ക് നഷ്ടമാണ് വന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ വിറ്റൊഴിവാക്കിയവർക്ക് അത്രയെങ്കിലും നഷ്ടം കുറച്ച് കിട്ടി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സിസ്റ്റത്തിലുള്ള പോരായ്മകളാണ്. 17ഓളം ബാങ്കുകൾ DHFLന് ലോൺ കൊടുക്കുകയാണ്. ഈ ലോൺ എമൗണ്ട് അവർ എന്താണ് ചെയ്യുന്നത്, അവർ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ, ഇത് ബാങ്കുകളല്ല പരിശോധിക്കണം, മറിച്ച് ഒരു ഗവൺമെന്റ് സംവിധാനം അവിടെ കൃത്യമായിട്ട് ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല പരിശോധിക്കേണ്ടത്. കൃത്യമായിട്ട് ഇതൊക്കെ പ്രോപ്പർ ചാനലിലൂടെയാണോ നടക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടവരാണ്. ബാങ്കുകളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ബാങ്കുകളുടെ ജോലിയല്ല ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കേണ്ടത്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഏജൻസി, CBI, ഒരുപാട് ഏജൻസികളുണ്ടല്ലോ. ഇനി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളായതുകൊണ്ട് NIA തുടങ്ങിയ ഏജൻസികൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഒന്നാണ്. അപ്പോൾ രാജ്യത്തെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഒന്നുകൂടെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. DHFL സ്കാം എന്നുള്ളത് നമുക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സിസ്റ്റം വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ പലപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. പാവപ്പെട്ട ജനങ്ങൾ തട്ടിപ്പിന് ഇരയാവും. ഒരുപാട് പേർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടും. ഒരുപാട് പേര് വലിയ സാമ്പത്തിക ബാധ്യതകളിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വലിയ ഭവിഷ്യത്തുകളിലേക്കാണ് നയിക്കുക. ശ്രദ്ധിക്കുക, അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തിക തട്ടിപ്പുകളിൽ പെടാതിരിക്കുക. ഒരുപാട് പേര് സ്വപ്ന തുല്യമായിട്ടുള്ള റിട്ടേൺ ഒക്കെ വാഗ്ദാനം ചെയ്ത് നിങ്ങളുടെ ഫണ്ടൊക്കെ തട്ടിച്ചെടുക്കാൻ ശ്രമിക്കും. ഒരിക്കലും ചെയ്യരുത്. സംശയമുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടാവുന്നതുമാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പെഷ്യൽ മടപ്പള്ളി സൈനിങ് ഔട്ട്.